അസലായിട്ടുണ്ട്, ഗംഭീരായിട്ടുണ്ട് കച്ചവടം. ഒന്നറിയില്ല അല്ലേ? എന്റെ അമ്മയോടും സരസ്വതിയോടും ഞാൻ പറഞ്ഞു നിങ്ങൾ ദൈവാന്ന്. എല്ലാരോടും പറഞ്ഞു. എന്റെ മനസ്സിനോട് തന്നെ പിന്നെയും പറഞ്ഞു നിങ്ങൾ ദൈവാന്ന്. എന്നോ മരിച്ചുപോയി എന്റെ അച്ഛനെ ശുശ്രൂഷിച്ചു കൊണ്ടു നടക്കുന്നതിന് പകരം നിങ്ങൾ എന്നെ ഒരു മകനെ പോലെ കരുതുന്നു വിചാരിച്ചാ നിങ്ങൾ എന്നെ ചതിക്കണായിരുന്നു. എന്താടോ എന്താ ഇതെല്ലാം? അത് ചാർട്ടിങ്ങിൽ ചെറിയൊരു ചേഞ്ച്. പുതിയൊരു ഡോണർ വന്നു. ഇയാൾ ചോദിച്ചതിന്റെ പകുതി തുക മതിയത്രേ. കുട്ടികൾ അതങ്ങ് ഉറപ്പിച്ചു. പ്രിലിമിനറി ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞു, കാര്യങ്ങൾ ഓക്കെയാണ്. അതറിഞ്ഞപ്പോ ഇയാൾ വെറുതെ കയറി അങ്ങ് വയലന്റ് ആകുന്നു. അങ്ങാടിയിൽ ഒരേ ഗുണനിലവാരമുള്ള ഒരേ സാധനം 2 വിലക്ക് കിട്ടാറുണ്ട്. അരവിന്ദൻ ഇതിലേതാണ് വാങ്ങുക? കുറഞ്ഞ വിലയുള്ളത് അല്ലേ? അത് തിരിച്ചറിയാത്തവൻ മണ്ടൻ, ജീവിക്കാൻ അർഹതയില്ലാത്തവൻ. അപ്പോ എന്റെ മക്കൾ തീരുമാനിച്ചത് തന്നെ ശരി. ശരീരത്തിൽ ഭാരം കൂടിയിട്ട് വിൽക്കാൻ കൊണ്ടുവന്നല്ല, ജീവിക്കാൻ, കുടുംബത്തെ ജീവിപ്പിക്കാൻ. ഒരു കിഡ്നി അല്ല, വേണമെങ്കിൽ ഈ ശരീരത്തിലെ ഓരോ അവയവും പറിച്ചു വെച്ച് തീർന്നു വന്നാൽ അങ്ങനെയും ജീവിപ്പിക്കാൻ സമ്മതിക്കില്ല ഞാൻ. എന്നോട് പറഞ്ഞ വാക്കിന് നിങ്ങൾ എന്റെ കിഡ്നി സ്വീകരിച്ച തീരൂ. വാക്കോ? ഇതിലൊന്നും വലിയ കാര്യമില്ല രവന്ത. കിഡ്നി മുതൽ ഹൃദയം വരെ മാറ്റിവെക്കാൻ പഠിച്ച മനുഷ്യന് മാറ്റി പറയാൻ പറ്റാത്ത ഒന്നാണോ ഒരു വാക്ക്? ഒന്ന് മനസ്സിലായിക്കോ, കൊടുക്കൽ വാങ്ങലുകളുടെ ഒരു വലിയ ചന്തയാണ് ഈ ലോകം. ഇവിടെ വിൽക്കുന്നതെന്തും വലിയ വിലയ്ക്ക് വിൽക്കണം, വാങ്ങുന്നതെന്തും കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാനും പഠിക്കണം. അതറിയാത്തവൻ കച്ചവടം അവിടെ വെച്ച് അവസാനിപ്പിച്ച് പോകുന്നതാണ് നല്ലത്. മനസ്സിലായില്ലേ? തനിക്ക് പോകാം. ഇവിടുന്ന് ഇറങ്ങി പോകാനാ പറഞ്ഞത്. പറഞ്ഞാ നിനക്ക് മനസ്സിലാവില്ലേ? വേണ്ട, ഞാൻ പറഞ്ഞ പൊക്കോളും. മുതലാളി തൊഴുകയോടെ വന്നു, തൊഴുകയോടെ പോവാ. ഒരു ചെറിയ കാര്യം, നാളത്തെ പത്രം ഒന്ന് മുതലാളി വായിക്കണം. നല്ലൊരു വാർത്ത ഉണ്ടാവും. വായിക്കാറില്ലേ ദിവസം നമ്മുടെ പത്രങ്ങളിലെ കുടുംബങ്ങളുടെ കൂട്ടാത്മഹത്യകളെ കുറിച്ച്? ദാരിദ്ര്യവും പട്ടിണിയും ബ്ലേഡും പലിശയും വരുത്തി തീർത്ത കൂട്ടക്കുരുതികള്. അവരാരും വിനോദയാത്രയ്ക്ക് പോയവരല്ല. പിറന്ന നാട് കരുതി വെച്ചത് കണ്ണീരും കഷ്ടപ്പാടും മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോ, ജീവിക്കാൻ അർഹതയില്ലെന്ന് ഉറപ്പായിപ്പോ തിരിച്ചുപോയവരാ. ആ കൂട്ടത്തിൽ ഈ അരവിന്ദന്റെ കുടുംബത്തിനും ടിക്കറ്റ് ഒക്കെയാ. കടങ്ങളും കഷ്ടങ്ങളില്ലാത്തടത്തേക്ക് എനിക്കും എന്റെ കുടുംബത്തിനും ടിക്കറ്റ് ഒക്കെയാ. ഈശ്വരൻ അനുഗ്രഹിച്ചവർക്ക് ശപിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന എന്തിനാ? എന്നാലും പ്രാർത്ഥനയുണ്ട് അങ്ങയുടെ ആരോഗ്യത്തിനും ആയുസ്സിനും. മിടുക്കൻ, ഇങ്ങനെ വേണം. പൗത്ര കാശിങ് മേടിച്ചു. കാശല്ല, പിന്നെ ബിരിയാണിയാ. ബിരിയാണിയോ? ഓ, കാശ് കിട്ടിയതിന്റെ ആഘോഷം. തമ്പർനോത്തിക്ക് ബിരിയാണി. ശരി, കാശെട്. പറഞ്ഞ നേരം തെറ്റിട്ട് ഒരുപാടായി. കാശ് കിട്ടിയില്ല. തരാന്ന് പറഞ്ഞവര് വാക്ക് മാറി. മക്കളെ, ചരക്ക് പൊക്കി വണ്ടിയിലിട്. കൊണ്ടുപോയിട്ട് എനിക്കൊരു തിരുവാതിര കളിക്കാനുണ്ട്. വണ്ടിയിലോട്ട് എന്നൊന്നും ചെയ്യരുത്. ഇന്നത്തോടെ എല്ലാം തീർന്നു എന്ന് വിചാരിച്ചതാ. ദൈവത്തോർത്ത് എന്നൊന്നും ചെയ്യരുത്. വേണ്ട.
ഇങ്ങോട്ട് വരാൻ അടുക്കരുത്, അടുത്ത് വരരുന്ന പറഞ്ഞ. അടുത്ത് വന്ന് ഇനി എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ അറിയില്ല. വരരുത്. വിശംബര, വേണ്ട. എല്ലാം തീർന്നെടുത്താ നിൽക്കുന്ന ഞാൻ. തീർന്നു പോവും നീ, തീർക്കും ഞാൻ, ഉറപ്പാ. വേണ്ട, എന്നെ വെറുതെ വിട്ടേക്ക്, വെറുതെ വിട്ടേക്ക്. വേണമെങ്കിൽ എനിക്കിപ്പോ തന്നെ കൊല്ലാം. ഞാൻ അതിന് പുറപ്പെട്ടവനല്ല. ഞാൻ നിന്നെ പറ്റിച്ചിട്ടില്ല, ആരെയും പറ്റിച്ചിട്ടില്ല. സ്വന്തം ശരീരം മുറിച്ചു വെച്ച് എല്ലാം തീർക്കാൻ പോയവനാ ഞാൻ. തോറ്റു, അവിടെയും തോറ്റു, തോൽപ്പിച്ചു. നാളെ അരിവന്തൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിനക്ക് കാശുണ്ട്, എല്ലാവർക്കും കാശുണ്ട്. സരസ്വതി, സരസ്വതി. അരവിന്ദേട്ടൻ പോയില്ലേ? വാ, വാതില് തുറക്ക്. അരവിന്ദേട്ടൻ അമ്മയെ ഉണർത്തണ്ട, ഉറങ്ങിക്കോട്ടെ, സുഖമായിട്ട് ഉറങ്ങിക്കോട്ടെ. വാ, ഇരിക്കി. നമ്മുടെ കുളത്തിലൊന്ന് മുങ്ങി കുളിച്ചു. മേലാ കഴുക്കായിരുന്നേ. മനസ്സിലുണ്ടായിരുന്നു വേദനിപ്പിച്ചവരോടും ചതിച്ചവരോടും ഒക്കെയുള്ള വെറുപ്പും ദേഷ്യം എല്ലാം. വൃത്തിയായി, ഒക്കെ വൃത്തിയായി.
എന്താ അരവിന്ദേട്ടാ? എല്ലാ കണക്കൂട്ടലുകളും തെറ്റിപ്പോയെന്ന് മാത്രം അറിഞ്ഞാൽ മതി എന്റെ സരസ്വതി. ദൂരയാത്ര ഒറ്റയ്ക്ക് പോണില്ല അരവിന്ദേട്ടൻ, ഒറ്റയ്ക്ക് പോണില്ല. ഒറ്റയ്ക്ക് പോവാൻ പറ്റുമോ? എന്റെ സരസ്വതി എവിടെ ഇട്ടിട്ടാ? ആരെ ഏൽപ്പിച്ചിട്ടാ? അമ്മയ്ക്ക് മക്കളുണ്ട് വേറെ. എന്റെ സരസ്വതിക്ക് വേറെ ആരെ ഈ ഭൂമിയില്? ഈ ഭൂമി കൊള്ളില്ല, നല്ലതല്ല, വേണ്ട നമുക്ക്. അന്ന് പറഞ്ഞത് മാറ്റി പറയാ. ഈശ്വരൻ സാക്ഷിയായി, നിന്റെ കഴുത്തിൽ ഞാനെന്നിട്ടത് കൊല്ലാനുള്ള കയറന്നെയായിരുന്നു. അരവിന്ദേട്ടാ, നമുക്ക് നമ്മൾ ഒറ്റയ്ക്കല്ല, ഒരാളും കൂടെ ഉണ്ട് നമ്മുടെ കൂടെ യാത്രയ്ക്ക്. ആണോ പെണ്ണോ എന്നൊന്നും അറിഞ്ഞൂടാ, പോവാ നമുക്ക്. ഈശ്വര, നമുക്കൊരു കുഞ്ഞ്. സരസ്വതി, ഈ ഭൂമി കൊള്ളില്ല, ഇവിടെ ദുരിതപ്പെടാൻ നമുക്കൊരു കുഞ്ഞ് എന്തിനാ ജനിക്കണേ? അതിനെ കൊണ്ടുപോവാൻ നമുക്ക്. നിന്റെ ബാഗ് അവിടെ ഇട്ടിട്ട് പോന്നതാ. കുറച്ച് പഴം തുണികളും തീരാ കടങ്ങളുടെ കണക്കുകളും, അതും കൊണ്ട് അങ്ങ് ഇവിടം വരെ വരണ്ടായിരുന്നു. അപ്പൊ ഇത് വേണ്ടേ? വേണ്ട, ഞങ്ങളുടെ ഇനിയുള്ള യാത്രയ്ക്ക് ഒന്നും കൂടെ കൊണ്ടുപോകേണ്ടതില്ല. നിങ്ങൾക്ക് പോവാം. പോകാം. എന്റെ കൺമുന്നിൽ നിന്ന് നീ മരണത്തിലേക്ക് നടന്നിറങ്ങിപ്പോയപ്പോ ഞാൻ തിരിച്ചറിഞ്ഞൊരു സത്യമുണ്ട്. അത് പറഞ്ഞിട്ട് പോകാം. എന്റെ മക്കളെ കൊണ്ട് ഇങ്ങനെ ഒരു ലാഭക്കച്ചവടം ചിന്തിപ്പിച്ച ഈശ്വരന്റെ തീരുമാനം നന്മയായിരുന്നു, നീതിയായിരുന്നു. ലാളിച്ചു വളർത്തിയ മക്കൾക്ക് പോലും തിരിച്ചു തരാൻ പറ്റാതെ പോയ സ്നേഹവും പരിചരണവും കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എനിക്ക് വാരിക്കോരി തന്നവനാണ് നീ. ആ നിന്റെ ശരീരത്തിൽ നിന്ന് ഒരു കഷ്ണം മുറിച്ചു വെച്ച് എനിക്കൊരു ജീവിതം. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ എത്ര വലിയ തെറ്റാകുമായിരുന്നു അത്. നാളെ ഓപ്പറേഷന് പുറപ്പെടുമ്പോ എനിക്ക് നിന്റെ പ്രാർത്ഥന വേണം. എന്റെ മക്കളെക്കാൾ മുന്നില് എനിക്ക് നിന്നെ കാണണം, ഒരു മകനായിട്ട്. ഇതൊരു ഔദാര്യമല്ല, അച്ഛന്റെ സ്വത്തിൽ നിന്നൊരു മകന് അവകാശപ്പെട്ടതാണ്.
ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല മക്കളെ. ഈശ്വരൻ തന്ന ജീവിതം ഈശ്വരൻ തന്നെ തിരിച്ചെടുക്കുന്നവരെ ജീവിച്ചു തീർത്തേ പറ്റൂ.